ഹലോ ഗൈസ്, അപ്പോൾ നമുക്ക് ഇന്നൊരു പരിപ്പും വെള്ളരിക്കും തേങ്ങ അരക്കാതെ ഒന്ന് കറി വെച്ച് നോക്കിയാലോ. ഞാൻ ഇന്നലെ ഉണ്ടാക്കിയപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു, അതപ്പോൾ ഞാൻ വിചാരിച്ചൊന്ന് ഷെയർ ചെയ്യാം. അപ്പോൾ ആദ്യം തന്നെ കുറച്ച് പരിപ്പെടുത്ത് കുക്കറിൽ വേവിക്കാൻ വെക്കണം കേട്ടോ. ഉപ്പിടാതെ വേവിക്കാൻ വെക്കുക. അന്ന് നന്നായിട്ട് വെന്തിട്ട്, എനിക്ക് പരിപ്പ് നന്നായിട്ട് വെന്തതാണ് ഇഷ്ടം. ഈ വേവാത്ത പരിപ്പ് കറി എനിക്ക് ഇഷ്ടമല്ല. ഇങ്ങനെ കടിക്കാൻ കിട്ടുമല്ലോ, അതെനിക്ക് ഇഷ്ടമല്ല കേട്ടോ. അപ്പോൾ നമുക്ക് അത് വേകുമ്പോഴേക്കും വെള്ളരിക്ക ചെത്തിയെടുക്കുക, അരിഞ്ഞെടുക്കുക. അപ്പോൾ അതും വെളുത്തുള്ളിയും പച്ചമുളകും മാത്രം മതി, സിമ്പിൾ. അപ്പോൾ ആദ്യം ഞാൻ നോക്കുമ്പോൾ വന്നിട്ടുണ്ടായില്ല, പിന്നെ അത്യാവശ്യം നന്നായിട്ട് വെന്ത് ഇതുപോലെ ഉടഞ്ഞ് കിട്ടിയിട്ടുണ്ടായി. ഇനി ഇതിലേക്ക് നമുക്ക് എന്ത് വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ പച്ചമുളകും വെളുത്തുള്ളിയും ഈ പറഞ്ഞ വെള്ളരിക്കയും കൂടി ഇട്ടിട്ട് മഞ്ഞപ്പൊടി ഉപ്പും കുറച്ച് വെള്ളം ഒഴിച്ച് നന്നായിട്ട് വേവിക്കാൻ വെക്കാം കേട്ടോ. പിന്നെ ഇത് താളിക്കാൻ ആവശ്യമായിട്ടുള്ളത് ഈ പറഞ്ഞ മാതിരി ഉലുവ, വറ്റൽമുളക് ഉണ്ടെങ്കിൽ അത്, കറിവേപ്പില ഇതിട്ടിട്ട് നന്നായിട്ട് താളിച്ച് വെക്കുക. അത് ഇത്രയേ ഉള്ളൂ, സിമ്പിളാണ്. ഉണ്ടാക്കാത്തവർ എന്തായാലും ഒരു പ്രാവശ്യം ഉണ്ടാക്കി നോക്കി, നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. എന്ന് വെച്ച് കഴിഞ്ഞാൽ തേങ്ങയൊക്കെ അരക്കാൻ മടിയുള്ളവർ എന്തായാലും ട്രൈ ചെയ്യുക. ഓക്കെ, ബൈ.